ഹലോ, വെൽക്കം ടു ആദീസ് പെറ്റ്സ് മീഡിയ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഡോഗ് ഷോയിലാണ്. അപ്പോൾ എൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ആൾക്കാർ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നമ്മുടെ എല്ലാ വീഡിയോയിലും, അതായത് ഷോയുടെ സെഗ്മെൻറ്റിലുള്ള എല്ലാ വീഡിയോയിലും വരുന്ന രണ്ടാൾക്കാരാണ്. നമ്മുടെ ശെൽവൻ ചേട്ടനും അതുപോലെ തന്നെ മധുചേട്ടനും. രണ്ടുപേരും ജർമ്മൻ ഷെപ്പേർഡ്സിൻ്റെ ബ്രീഡേഴ്സാണ്. ഇത് രണ്ടും അവരുടെ ഡോഗ്സ് ആണ്. ഓക്കെ, ഇവൻ്റെ പേര് കെല്ലർ. അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഷോയിൽ വരുന്നത്. ഇവരുടെ പേര് റീമ, പക്ഷേ ഇവരുടെ സിസ്റ്ററെ എല്ലാവർക്കും അറിയാം, റിംബ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മധുവേട്ടനോട് ചോദിക്കാം എന്തൊക്കെ വിശേഷങ്ങളാണെന്നുള്ളത്. മധുവേട്ടാ, എന്തൊക്കെ വിശേഷങ്ങളുണ്ട്? എന്താണ്, നല്ല അടിപൊളിയാണ്. ഇപ്പൊ നമ്മുടെ റിംബയുടെ സിസ്റ്ററാണ് റീമയ. രണ്ടുപേരും ലിറ്റർമേറ്റ് ആണ്, ഒരു സ്ഥലത്ത് നിന്ന് എടുത്താണ്. അതെ, ഒരു സ്ഥലത്ത് എടുത്താണ്. ഇതിനെ എടുത്തു കൊടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെലവരനാണ് എടുത്തു കൊടുത്തത്. ഗുരുതുല്യനാണ് പുള്ളി. ഓക്കെ, അപ്പൊ ഇവളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഇവളുടെ വിശേഷങ്ങൾ ഇപ്പൊ ഇവള് 2 ലിറ്റർ കഴിഞ്ഞു. ഇവിടെ ലിറ്ററിൽ ഒരു പപ്പി നമ്മൾ നിർത്തിയിട്ടുണ്ട്, രാശി. അത് നമ്മൾ വേറെ ചാനലിൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ FB-ലൊക്കെ കിടപ്പുണ്ട് അതിന്റെ ഫോട്ടോ. നമ്മുടെ അതിൻബ്രോ ആണ് അതിന്റെ ഫോട്ടോ സ്റ്റാക്ക് ചെയ്ത് നിർത്തിയേക്കുന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു റിംഗ് ഇപ്പൊ കഴിഞ്ഞു. നല്ല പെർഫോമൻസ് ആയിരുന്നു. വിന്നിങ്സ് വന്നിട്ടില്ല, പക്ഷെ ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് റിംഗ് ആണ്. ഓക്കെ, ഞാൻ കണ്ടായിരുന്നു ഇവരുടെ ലൈഫിലെ ഫസ്റ്റ്. അതിന്റെ ഷോട്ടും കാര്യങ്ങളും എല്ലാം കൂടെ നമ്മൾ ഷോർട്സ് ആയിട്ട് ചെറിയ രീതിയിൽ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതാണ് കേട്ടോ. ഇവരുടെ പെർഫോമൻസിന്റെ കാര്യം അത് നമ്മുടെ അതിൻബ്രോ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഫുള്ള് നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോ ഇവിടെ എത്ര പപ്പി ഉണ്ടായിരുന്നു ഫസ്റ്റ് ലിറ്ററിൽ? ഇവളുടെ ഫസ്റ്റ് ലിറ്ററിൽ 6 പപ്പി, സെക്കൻഡ് ലിറ്ററിൽ 5 പപ്പി. ഓക്കെ, എത്ര മെയിൽ എത്ര ഫീമെയിൽ ഉണ്ടായിരുന്നു? മെയില് ഫസ്റ്റ് ലിറ്ററിൽ 4 മെയിലും 2 ഫീമെയിലും ആയിരുന്നു. കസ്റ്റമർ അപ്ഡേറ്റ് വല്ലതും കിട്ടുന്നുണ്ടോ? കസ്റ്റമർ അപ്ഡേറ്റ് ഞാൻ തന്നെയാണ്, എന്റെ അടുത്തുണ്ട് അതിന്റെ പപ്പി ഉണ്ട്. സെക്കൻഡ് ലിറ്ററിലെ പപ്പി നമ്മളിപ്പോ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത മെയിൽ ഏതായിരുന്നു? യൂസ് ചെയ്തിട്ടുള്ള മെയില് മറ്റേ ഡാക്സ് നമ്മുടെ വിവേകേട്ടന്റെ പുള്ളിയുടെ മെയിലാണ്. ഇമ്പോർട്ടിലാണ് യൂസ് ചെയ്തത്. അതിന്റെ കുട്ടിയാണ് റാശി. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത റിംഗിൽ ഇവളുടെ കൂടെ അവളും ഉണ്ടാവും. ഇവിടെ സ്വഭാവം ഇവള് ഇച്ചിരി ടെമ്പർ അല്ലേ? ഇവള് ചെറിയ ടെമ്പർ ആണ്, പെട്ടെന്ന് അബ്നോർമൽ ആവും, ചിലപ്പോ കിട്ടും പണി. ഞാനൊരു മിഡിൽ ധൈര്യത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ആശാനുണ്ട് അപ്പുറത്ത്, ലീസ്റ്റോക്സ് രഞ്ജിത്തേട്ടൻ. ഓക്കെ, പുള്ളിയുടെ ധൈര്യത്തിലാണ്, പുള്ളി വന്ന് പിടിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ലൈൻസ് ഒന്നുണ്ടെന്ന് പറയും. നമ്മൾ റിംബയുടെ പറഞ്ഞിട്ടുള്ളതാണ്. ഉർസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറി ഡോഗാണ്. 35 ചാമ്പ്യൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത ഡോഗാണ്. ഉർസസിനെ അറിയാം, ഷോർട്ട് കോട്ട് ഡോഗുകളാണ്. ഓക്കെ, അതിൽ നിന്നാണ് ഇതുപോലെ ലോങ് കോട്ടിനെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഞാൻ റിംബയുടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇയർ സെറ്റ് ആണ്. ഇയർ സെറ്റ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തിയുടെ അനിയത്തിയുടെ ഇയർ സെറ്റ് ഏകദേശം ഒരു കൂടെയാണ്. പക്ക ഇയർ സെറ്റ് ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെക്കാളും കുറച്ച് പിഗ്മെന്റേഷൻ റിംബയ്ക്കാണ് അല്ലേ? ബ്ലാക്ക് ഇച്ചിരി കൂടുതലാണ് ആൾക്കാർക്ക് കൂടുതലും. എനിക്കൊന്ന് റിംബയാണ് ഫെമിലിയർ ആയിട്ടുള്ളത്. ഷോയില് കൂടുതൽ അവളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഷോയില് നേരത്തെ ഇവളായിരുന്നു പ്രസന്റ് ചെയ്യാൻ വെച്ചത്. ആദ്യം നമ്മൾ ഇവിടെയായിരുന്നു വെച്ചിരുന്നത്. ആ സമയത്ത് ഇവിടെ ഹീറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ റിംബ ആയിട്ട് വന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ റിംബ ഇറക്കി നമ്മൾ ഫസ്റ്റ് കാണുന്നത് സ്പെഷ്യാലിറ്റിയിലാണ്. അപ്പോ എനിക്ക് തോന്നുന്നു SG1 അടിച്ചെന്ന് തോന്നുന്നു. പിന്നെ അതായത് കോഴിക്കോട് പിന്നുള്ള തുരിതര ഷോയിലെല്ലാം ഇറക്കി 4 ഷോയിൽ നമുക്ക് നല്ല വിന്നിങ്സ് കിട്ടിയിട്ടുണ്ട് അവള്. 2 SG1 ആണ്, 2 RCC ഉണ്ട്, 1 RBOB ഉണ്ട്. നല്ല വിന്നിങ്സ്. ഇനിയിപ്പോ നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞ രാശിയാണ്. പിന്നെ ഇപ്പൊ ലിറ്റർ ഉണ്ടല്ലോ റിംബയുടെ ലിറ്റർ ഉണ്ട്. അവൾക്ക് നമുക്ക് 10 പപ്പീസ് ഉണ്ട്, 7 ഫീമെയിലും 3 മെയിലും. അതിൽ നമുക്ക് ഏകദേശം പപ്പീസ് എല്ലാം ബുക്കിംഗ് ആയിട്ടുണ്ട്. നമുക്ക് 2 ഫീമെയിലും 1 മെയിലും കൂടി ബാലൻസ് ഉണ്ട്. ബാക്കിയെല്ലാം ബുക്കിംഗ് എല്ലാം നല്ല ഷോ ക്വാളിറ്റി പപ്പീസ് ആണ്. 10 പപ്പി ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു? സ്കാർ എന്ന് പറഞ്ഞ മെയിൽ അല്ലേ? അത് നമ്മുടെ പുതിയ മെയിലാണ്. ആ ലൈനേജ് ഇന്ത്യയിൽ വേറെ ഇല്ല. ഫസ്റ്റ് ഇമ്പോർട്ട് മെയിലാണ്. ഫസ്റ്റ് ലിറ്റർ ആണ്. ഓക്കെ ഓക്കെ, ഇത്രയാണ് നമ്മളെ റിംബയുടെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് എന്നാലും കാര്യം സെലോട്ടനിലേക്ക് പോവാം. അപ്പൊ സെലോട്ടാ, ഇവന്റെ പേര് കെല്ലർ അല്ലേ? അപ്പൊ ഇവൻ 6 ബ്രീഡിംഗിലുള്ള ഡോഗാണ്. വയനാടുള്ള ഗോപിച്ചേണ്ട മെയിൻ ബ്രീഡാണ്. വയനാടുള്ള എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫ്രണ്ടാ. അപ്പൊ അങ്ങനെ മൂപ്പിൽ പറഞ്ഞിട്ട് അതിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ചെലുവാട്ട ഡോഗ്സ് ഉണ്ട്. അപ്പൊ അവിടെ അതിനുണ്ട്. അപ്പൊ അതിന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചെലുവാട്ട എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഗോപിയേട്ടനല്ലേ, ട്രസ്റ്റഡ് ബ്രീഡറാണ്. അപ്പൊ ഞാൻ കൊണ്ട് ശരി നമുക്ക് വരാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. നേരെ പോയി അവിടെ നോക്കി, എനിക്ക് ഡോഗിനെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെയാണ് ഇവനെ എടുക്കുന്നത്. ഇവൻ ആക്ച്വലി ലയൻസ് എന്ന് പറഞ്ഞാൽ ആറ്റൻസ്ബർഗ് ചാമ്പ്യൻ ലിയോന്റെ ഗ്രാൻഡ് സണ്ണ, ഇവിന്റെ സണ്ണ. മദർ വന്നിട്ട് മുള്ളൻ ഫീഡ്ബാക്കിന്റെ ഗ്രാൻഡ് ഡോട്ടർ ഇമ്പോർട്ടില്ല. അപ്പോ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റും. അത്യാവശ്യം നമ്മൾ ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീഡിയോ കാണുന്നവർ വിചാരിക്കും അതിന് പറഞ്ഞ വ്യക്തി ആരാണ്. അപ്പൊ അതിന് പറഞ്ഞ വ്യക്തി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ലീസ്റ്റോക്സ് എന്ന് പറഞ്ഞ വീഡിയോ നമ്മുടെ രഞ്ജിത്താണ് ചാനൽ ലീസ്റ്റോക്സ്. അപ്പോൾ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ മെയിൻ ഹാൻഡ്ലറാണ്.
നമ്മളെ ഒരു ഫ്യൂച്ചർ ആണ് അല്ലേ, ബ്രീഡ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു ഫ്യൂച്ചർ ഒരു ജർമ്മൻ ഷെപ്പേർഡ് വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ഇപ്പോൾ ഞാൻ ഡോഗ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ ഷോയിൽ, ഫോട്ടോ ഷോയിൽ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പുള്ളിയാണ്. ഓക്കെ, അപ്പോൾ ഇവന്റെ കാര്യങ്ങൾ ഇവനിപ്പം മീറ്റിംഗ് ഒക്കെ എടുക്കുന്ന ഡോഗാണോ? ഓക്കെ, ഇപ്പൊ ഇവനാണെങ്കിലേ ട്രിവാൻഡ്രം ഷോയിൽ ഇവന്റെ കുറെ ഷോട്ടുകളും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരത്തെ കണ്ടീഷൻ അല്ല ഇപ്പൊ ഇവന്. ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഈ ഡിസംബർ 25 വരുമ്പോ 3 ഓക്കെ. ഇപ്പൊ ഇവനെ എങ്ങനെയുള്ള ബിച്ചസിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്തത്? നല്ല ക്വാളിറ്റിയിലെ ബിച്ചസിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മളല്ലാതെ ലോക്കൽ ബിച്ചസിന് നമ്മൾ കൊടുക്കത്തില്ല. ഓക്കെ, അന്നത്തെ അവന്റെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷൻ. ഇപ്പൊ ഇവന് എത്ര വിന്നിംഗ് ഉണ്ട്? ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഇവനിപ്പോ നമ്മൾ ഷോ ഇറക്കിയ 5 ഷോ ആണ് ഇറക്കിയിരിക്കുന്നത്. 5 ഷോയില് 2 ഷോയില് ക്ലാസ് ഫസ്റ്റും 2 ഷോയില് ക്ലാസ് സെക്കൻഡുമാണ് വന്നിരിക്കുന്നത്. ഇവന്റെ ഹാൻഡലർ ആരാ? ഇവന്റെ ഹാൻഡലർ ഇപ്പൊ ഇപ്പൊ അവന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടോപുറ, നമ്മുടെ ഊട്ടിയിലുള്ള. ഇപ്പൊ ഇവിടെ ഹാൻഡലർ അതിനാണ്. അപ്പൊ സ്ഥലം പറഞ്ഞില്ലല്ലോ. എന്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് തന്നെയാണ്, ഒലവക്കോട് എന്ന് പറയും. ഇവിടെ തന്നെയാണ്, ഹോം ഗ്രൗണ്ട് ആണ് ഇപ്പൊ. ഇദ്ദേഹം വയനാടുകാരനാണ് കേട്ടോ. വയനാട് മീനങ്ങാടിയിലാണ്. മീനങ്ങാടി ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളോട്ട് പോകണം. അതാണ് സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 18 കൊല്ലത്തോളമായി. 18 കൊല്ലമായി. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്രീഡറാണ് കേട്ടോ. നേരത്തെ നമ്മൾ ബ്രീഡ് ചെയ്തത് നല്ല മെയിലുകള് നമ്മുടെ വീട്ടിൽ ഹോൾഡ് ചെയ്ത് ജർമ്മൻ ഷെപ്പേർഡ് മാത്രമല്ലല്ലോ 18 വർഷമായിട്ട്. 18 വർഷമായിട്ടും ഷെപ്പേർഡ് മാത്രമാണ് എന്റെ ബ്രീഡ്. ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റീസുള്ള ഡോഗ്സിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു ശരിക്കും എയിം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു പാഷനാണ്. ഞാൻ ആക്ച്വലി തുടങ്ങുന്ന ഒരു റോട്ടെന്നാണ്. അപ്പൊ റോഡ് വീലർ തുടങ്ങി ഞാൻ കൊണ്ടുവന്നു. പക്ഷെ ഡോഗ് നല്ല റേറ്റിന് ഡോഗ് കൊണ്ടുവന്നു. പാർവ വന്ന് ഡോഗ് നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. അപ്പൊ വീട്ടിൽ ഭയങ്കര സീനായിരുന്നു. അപ്പൊ അന്ന് രാത്രി അതൊരു ഏകദേശം അവൾക്ക് ഒരു 4-5 മാസം ആകുമ്പോൾ എനിക്ക് അപ്പൊ ഞാൻ ഡോഗ് ബ്രീഡ് തുടങ്ങുന്നത് എനിക്ക് ഏകദേശം ഒരു 20 വയസ്സുള്ള അപ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. അപ്പൊ ഭയങ്കര ഷോക്കായിരുന്നു വീട്ടില്. അപ്പൊ ഡോഗ് വേണമെന്ന് അന്ന് ഞാൻ അന്വേഷിച്ച് തെരഞ്ഞു പോയപ്പോ എനിക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡാ കിട്ടിയ. നോർമൽ ഡോഗ്, നോർമൽ ഡോഗ് ജർമ്മൻ ഷെപ്പേർഡ്. അവനെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി. ഭയങ്കര അഗ്രസീവ് ഡോഗ്സ് ആണ്, വീട്ടുകാരായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാ. അവിടെ നിങ്ങളെ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ നിന്ന് ഇന്നത്തേക്ക് 20 വർഷമായിട്ടും ജർമ്മൻ ഷെപ്പേർഡ് മാത്രമേ നമ്മുടെ വീട്ടിലും. അത് തന്നെ, നമ്മളിപ്പോ ജർമ്മൻ കാര്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല, ക്രൈസ് ആണ്. പിന്നെ എനിക്ക് വേറെ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ഡോഗ് വന്നിട്ട് പോകും. എനിക്ക് അതിൽ താല്പര്യമില്ല. ഇപ്പൊ ഇവനെ പാല് ചോദിച്ചിട്ടുണ്ടോ, കൊടുക്കാവോന്ന് ചോദിച്ചിട്ടുണ്ടോ? കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവനെ കൊടുക്കാനായിട്ട് ഇപ്പൊ നിലവിൽ പ്ലാൻ ഇല്ല, ഉദ്ദേശമില്ല. കുറെ ആൾക്കാർ ഓഫർ വന്നാ ഇവിടെ നിന്നും പുറത്തുനിന്നും. ഓക്കെ, ഇതിപ്പോ ഇല്ലാതെ ഇപ്പൊ വേറെ എത്ര ജർമ്മൻ ഷെപ്പേർഡ് കയ്യിലുണ്ട്? ഓൾറെഡി എനിക്കൊരു 15 ഡോഗ്സോളം ഉണ്ട്. 15 ഉണ്ട്. കെന്നൽ വന്നിട്ട് ഇൻക്ലൂഡിംഗ് ഫീമെയിൽസ്. അട്ടപ്പാടി അഗളിയില്ല നമ്മുടെ കെന്നൽ വരുന്നത്. വീട്ടില് ഒലവക്കോട് നിർത്തിയിരിക്കുന്നത് എല്ലാം ലോങ് കോട്ട്സ്. അവിടെ ഉള്ളത് ഇപ്പൊ പാലക്കാട് ക്ലൈമറ്റുമായിട്ട് സെറ്റ് ആവുന്നുണ്ടോ? കാരണം വെച്ചാൽ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം ആ ഡോഗിലുണ്ട്. കളറും പിഗ്മെന്റേഷനും കണ്ട. ഇത് ഊട്ടിയിൽ വിട്ടിട്ട് ഊട്ടിയിൽ വന്ന് ഇവൻ ഈ ട്രിവാൻഡ്രം ഷോയിൽ നടക്കുമ്പോ ഇവൻ ഈ ഒരു ക്വാളിറ്റി ഇല്ല. ഇന്ന് കണ്ട ആൾക്കാരൊക്കെ വായ പൊളിച്ചു പോവാ. കാരണം ഈ പാലക്കാട് ചൂട്ടത്തിൽ ഇതാ ഡോഗ് തന്നെയാണോ ഇവൻ ഈ ക്വാളിറ്റിയിൽ ഞാൻ നിർത്തിയിരിക്കുന്നു വെച്ചുമ്പോ. കാരണം വെച്ചാൽ നമ്മുടെ കെയറിംഗ് ആണ്. അത് തന്നെ, മനസ്സിലായില്ലേ? നമുക്ക് ബിസിനസ് അല്ല, നമുക്കൊരു പാഷനാണ്. അത് തന്നെ, നമ്മൾ ഷോയിനെ മാക്സിമം റിങ്ങിനെ ഇറക്കുക, അതുപോലെ ബ്രീഡ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കോപ്പി ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ല നമ്മള് പൈസ ഉണ്ടാക്കാനുള്ള ഇതിലല്ല. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ ഇനിയിപ്പോ ഇവനൊരു റിംഗ് കൂടെ ഉണ്ട്, ഇവർക്ക് ഒരു റിംഗ് ഉണ്ട്. മിക്കവാറും നൈറ്റ് ആവും. അപ്പൊ എന്തായാലും ഇവര് വിശ്രമിക്കട്ടെ, അപ്പൊ ഞാനും വിശ്രമിക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം. Vishnu.